പ്ലസ് 1 സ്റ്റുഡൻസ്. അപ്പോൾ മക്കളെ, നമ്മുടെ വൺ ഷോട്ട് വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടുപോകാമെന്ന് മിസ്സിന് അറിയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റിലെ 7th ചാപ്റ്റർ ആയിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് ഇൻഫോർമലൈസേഷൻ ആൻഡ് അതർ ഇഷ്യൂസ്, ഈ ചാപ്റ്റർ നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെൻറ്റ് 7th ചാപ്റ്റർ ആണ് അല്ലേ. ഈ ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ സെറ്റ് ആക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഈ വീഡിയോ ഇരുന്ന് നിങ്ങൾ എല്ലാവരും കാണുക. കണ്ടതിന് ശേഷം എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴത്തെ കമൻറ്റ് ബോക്സിൽ അത് പറയുക. അതുപോലെ തന്നെ നേരത്തെ വീഡിയോസ് കാണാത്ത കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇരുന്ന് പോയി കാണുക. ഓക്കെ, യെസ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത് നോക്കാം. യെസ്, നോക്കിക്കോളൂ. നമുക്കറിയാം നമ്മുടെ ഈ ഒരു സ്ഥലത്ത് എന്താണ്, ഇഷ്ടം പോലെ ജോലികളുണ്ട് അല്ലേ. ഇപ്പോൾ അഗ്രികൾച്ചർ സെക്ടർ ആയിക്കോട്ടെ, ഇൻഡസ്ട്രിയൽ സെക്ടർ ആയിക്കോട്ടെ, സർവീസ് സെക്ടറുകളായിക്കോട്ടെ, എല്ലായിടത്തും എന്താ പല തരത്തിലുള്ള ജോലികളുണ്ട് അല്ലേ. ഫാമിംഗ് ഉണ്ട്, മാനുഫാക്ചറിങ് ഉണ്ട്, ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്യുന്ന കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ഉണ്ട്, പിന്നെ എന്താ സർവീസ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ബാങ്കിൽ എംപ്ലോയ് ചെയ്യുന്നവരുണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് വർക്കേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ എന്തിനായിരിക്കും എല്ലാവരും ജോലി ചെയ്യുന്നത്? എന്താ, ഫോർ ഏർണിംഗ് ആൻഡ് ലീവിങ് അല്ലേ. എന്താണ്, ജീവിക്കാൻ വേണ്ടി അല്ലേ. നമ്മുടെ എന്താണ്, ജീവിത മാർഗ്ഗത്തിന് വേണ്ടി, ഉപജീവന മാർഗ്ഗത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ. സോഴ്സ് ഓഫ് ലൈവ്ലിഹുഡ് ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഈ വർക്ക് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ഈ നോക്കാൻ പോകുന്നത് എന്താണ് GDP. നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഒരു വർഷത്തിൽ ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇഷ്ടംപോലെ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയൊക്കെ ടോട്ടൽ മണി വാല്യൂ, അതിൻ്റെ മണി വാല്യൂവിനെയാണ് നമ്മൾ എന്താന്ന് പറയുന്നത്, അതിനെയാണ് നമ്മൾ GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. നോക്കിയേ, ദ ടോട്ടൽ മണി വാല്യൂ ഓഫ് ഓൾ സച്ച് ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ഇൻ എ കൺട്രി ഇൻ എ ഇയർ ഈസ് കോൾഡ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ GDP എന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ GDPൻ്റെ കൂടെ നമ്മൾ എന്താ, നെറ്റ് ഏർണിങ്സും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നെറ്റ് ഇൻകം. നമ്മുടെ ആ രാജ്യത്ത് ഒരു വർഷത്തിൽ കിട്ടുന്ന നെറ്റ് ഇൻകം, ടോട്ടൽ നാഷണൽ ഇൻകത്തിൻ്റെ കാര്യമൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ ഈ നെറ്റ് ഏർണിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് എന്തുണ്ട്, പോസിറ്റീവ് ഏർണിങ്സും ഉണ്ട്, നെഗറ്റീവ് ഏർണിങ്സും ഉണ്ട്. നെറ്റ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന ഇമ്പോർട്ട്സും എക്സ്പോർട്ട്സും അതെല്ലാം കൂടി വരുന്നതാണ് നമ്മുടെ നെറ്റ് ഏർണിങ്സ് എന്ന് പറയുന്നത്. അതിൽ പോസിറ്റീവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പം നമ്മൾ പോസിറ്റീവാണ്, അത് നല്ല കാര്യമാണ്. അപ്പം നമ്മൾ കൂടുതൽ നമ്മുടെ രാജ്യത്ത് മറ്റുള്ള രാജ്യങ്ങൾ മേടിക്കുന്നതിൻ്റെ അളവ്, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ അല്ലേ, കയറ്റുമതി അയക്കുന്ന സാധനങ്ങളുടെ അളവ് കൂടുതലാണ്. അതേപോലെ നമ്മൾ ഇറക്കുമതി ചെയ്യുന്നത് അത് എക്സ്പോർട്ട് ചെയ്യുന്നതിലും കുറവാണെങ്കിൽ അപ്പോഴാണ് എന്ത് വരുന്നത്, പോസിറ്റീവ് നെറ്റ് ഏർണിങ്സ് എന്ന് വരുന്നത്. അതേസമയം നെഗറ്റീവ് നെറ്റ് ഏർണിങ്സോ നേരെ ഉൾട്ട, എന്താണ്, ഇമ്പോർട്ട് ചെയ്യുന്നതാണ് കൂടുതൽ, നമ്മൾ മറ്റുള്ള രാജ്യങ്ങളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നതാണ് കൂടുതൽ ദാൻ എക്സ്പോർട്ട്സ്, നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കുറവാണ്. ഇതിനെയാണ് നമ്മളെന്ന് പറയുന്നത് നെഗറ്റീവ് നെറ്റ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഇനി സീറോ നെറ്റ് ഏർണിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ, എക്സ്പോർട്ടും നമ്മൾ ചെയ്യുന്നത് സെയിം ആണ്, ഇമ്പോർട്ട് ചെയ്യുന്നതിൻ്റെ അളവും സെയിം ആണ്. അതാണ് നെഗറ്റീവ് നെറ്റ് ഏർണിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ നെറ്റ് ഏർണിങ്സിൻ്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യും, ഫോറിൻ ട്രാൻസാക്ഷൻസ്. അതായത് നമുക്കറിയാം നമ്മുടെ രാജ്യത്തുള്ള ആളുകൾ എന്താ UAE-ലും അവിടെയൊക്കെ പോയി ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചു തരുന്ന പൈസ ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ ആഡ് ചെയ്യും നമ്മുടെ ഈ നെറ്റ് ഏർണിങ്സിൻ്റെ കൂടെ. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത് GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയും. ഓക്കെ, GDP എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ രാജ്യത്ത് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത് നമ്മൾ എന്തും കൂടെ ആഡ് ചെയ്യും, നമ്മൾ ഫോറിൻ ട്രാൻസാക്ഷൻസും കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് GNP എന്ന് പറയുന്നത്. ഓക്കെ, വെൻ വി ആഡ് ദിസ് ഏർണിങ്സ്, പ്ലസ് ആയിക്കോട്ടെ മൈനസ് ആയിക്കോട്ടെ, നെഗറ്റീവ് നെറ്റ് ഏർണിങ്സ് ആയിക്കോട്ടെ പോസിറ്റീവ് നെറ്റ് ഏർണിങ്സ് ആയിക്കോട്ടെ, ഫ്രം ഫോറിൻ ട്രാൻസാക്ഷൻ, അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് എന്താ, ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മുടെ രാജ്യത്ത് എന്താ, നമ്മൾ പറഞ്ഞു ഒരുപാട് ആളുകൾ ജോലി ചെയ്യുന്നുണ്ട്, പല സെക്ടേഴ്സിൽ ജോലി ചെയ്യുന്നവരുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്ന ഈ ഒരു ജോലി എന്തിനു വേണ്ടിയിട്ടായിരിക്കും, മോണിറ്ററി ഗെയിനിന് വേണ്ടിയിട്ടായിരിക്കും അല്ലേ, അവർക്ക് പൈസ കിട്ടാൻ, സാലറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവർ ചെയ്യുന്ന ഈ എല്ലാ ആക്ടിവിറ്റീസിനെ നമ്മൾ പറയുന്ന പേരെന്താണ്, എക്കണോമിക് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. ഓക്കെ, നമ്മുടെ നീഡ്സും നമ്മുടെ വോൺസും സാറ്റിസ്ഫൈ ചെയ്യാൻ നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, നമുക്ക് എന്ത് കിട്ടും, അതിന് പ്രതിഫലമായിട്ട് പൈസ കിട്ടും അല്ലേ, നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിന്. അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, ദോസ് ആക്ടിവിറ്റീസ് വിച്ച് കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് ആർ കോൾഡ് ഇക്കണോമിക് ആക്ടിവിറ്റീസ്. ഓക്കെ, മോണിറ്ററി ഗെയിനിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓരോ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ചെയ്യുന്ന വർക്കാണ് അല്ലേ. അപ്പോൾ എന്താണ്, അപ്പോൾ ഈ എക്കണോമിക് ആക്ടിവിറ്റീസ് ചെയ്യുന്നവരെ നമ്മൾ എന്ത് വിളിക്കും, വർക്കേഴ്സ് എന്ന് വിളിക്കും അല്ലേ. എക്കണോമിക് ആക്ടിവിറ്റീസിൽ എൻഗേജ് ആയിരിക്കുന്നവരെ, അത് ഏത് കപ്പാസിറ്റി ആയിക്കോട്ടെ, അവരെ നമ്മൾ എന്താ വിളിക്കുന്നത്, വർക്കേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു 2 ദിവസത്തേക്ക് ലീവ് എടുത്ത് നാട്ടിൽ പോയ ആൾ, അല്ലെങ്കിൽ കല്യാണത്തിന് വേണ്ടി ലീവ് എടുത്ത് നാട്ടിൽ പോയ ആൾ, ഉത്സവത്തിന് അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാളിന് വേണ്ടി ലീവ് എടുത്ത് പോയ ആൾ, അല്ലെങ്കിൽ എന്താ വയ്യാതായത് കാരണം ലീവ് എടുത്ത ആൾ, ഇവരെയൊക്കെ നമുക്ക് എന്തായിട്ട് കൂട്ടാം, വർക്കേഴ്സായിട്ട് തന്നെ കൂട്ടാം. ആൻഡ് നമുക്ക് എന്താ, സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് എന്തായിട്ട് തന്നെ വിളിക്കാം, വർക്കേഴ്സ് എന്ന് തന്നെ നമുക്ക് വിളിക്കാൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ വർക്ക് ഫോഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് എന്താ 471 മില്യൺ സ്ട്രോങ് വർക്ക് ഫോഴ്സ് ഉണ്ട്. ഇത്രയും ആളുകളാണ് നമ്മുടെ ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്നത് 2017-18 കണക്ക് പ്രകാരം. അതിൽ 77% ആരാണ്,
പുരുഷന്മാരാണ്, മെന്നാണ്. ബാക്കി 23% ആണ് വിമൻ ആൻഡ് ചിൽഡ്രൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ നോക്കുവാണ് നമ്മുടെ വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എന്താണ് നമ്മൾ നോക്കാൻ വന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ. നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ, നമ്മുടെ രാജ്യത്ത് ആളുകൾക്ക് എത്ര പേർക്ക് ജോലിയുണ്ട്, എത്ര പേർക്ക് ജോലിയില്ല എന്നൊക്കെ അനലൈസ് ചെയ്യുന്ന, നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ അനലൈസ് ചെയ്യുന്ന ആ ഒരു റേഷ്യോ, ആ ഒരു ഇൻഡിക്കേറ്റർ, ആ ഒരു സൂചികേനെയാണ് നമ്മൾ എന്താണെന്ന് പറയുന്നത് വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ അഥവാ WPR എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്തിൽ ഇത്ര 100 പേരുണ്ടെന്ന് വിചാരിക്കുക, അതിൽ 10 പേർക്ക് എന്തുണ്ടാകത്തുള്ളൂ, ജോലി ഉണ്ടാകത്തുള്ളൂ അല്ലേ. അപ്പോൾ ആ ഒരു എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ നമ്മൾ നോക്കുന്ന ആ ഒരു അളവുകോലിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ എന്ന് പറയുന്നത്. എന്തിനൊക്കെ സഹായിക്കും, എത്ര ആളുകൾ അല്ലേ നമ്മുടെ രാജ്യത്തെ പ്രൊഡക്ഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസിന് വേണ്ടി എത്ര ആളുകൾ ആക്റ്റീവ്ലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റേഷ്യോ കൂടുതലാണെങ്കിൽ എന്താ, ആളുകൾ ജോലി ചെയ്യുന്നവരുടെ എണ്ണം കൂടുതലാണ്. റേഷ്യോ കുറവാണ് അല്ലെങ്കിൽ മീഡിയം ആണെന്നെങ്കിൽ എന്താ, ആളുകൾ ജോലി ചെയ്യുന്നത് വളരെ കുറവാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ WPRന് എന്തുണ്ട്, ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷൻ നോക്കിയേ, ടോട്ടൽ നമ്പർ ഓഫ് എംപ്ലോയിഡ് ഓർ പേഴ്സൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ പോപ്പുലേഷൻ ഇൻറ്റു 100. ഒന്നുമില്ല, നമ്മുടെ രാജ്യത്തെ നമ്മുടെ നോക്കിയേ, നമുക്ക് മിസ് പറഞ്ഞുതരാം. നമ്മുടെ രാജ്യത്ത് 100 പേരുണ്ടെന്ന് വിചാരിക്കുക. ആ 100 പേരിൽ ആകെ 10 പേര് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ജോലി ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്താ, 100 പേര് നമ്മുടെ രാജ്യത്ത് ടോട്ടൽ പോപ്പുലേഷൻ 100 പേരാണ്, 10 പേര് മാത്രമാണ് ജോലി ചെയ്യുന്നത്, ഇൻറ്റു 100 നമ്മൾ ചെയ്യും. അപ്പോൾ എത്രയാണ് നമ്മുടെ രാജ്യത്ത് എത്രയാണ്, വെറും 10% ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ജോലി ചെയ്യുന്നത്. അതാണ് സംഭവം എന്ന് പറയുന്നത്. എങ്ങനെയാണ് നമ്മൾ കാണുന്നത്, WPR വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ നമ്മൾ കാണുന്നത് നമ്പർ ഓഫ് എംപ്ലോയിഡ് ഡിവൈഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോപ്പുലേഷൻ ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, WPR കിട്ടുന്നത്, അറിയാം, അഥവാ വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോ നമുക്ക് കിട്ടുന്നത്. നമ്മൾ പറഞ്ഞു നമ്മുടെ രാജ്യത്തെ എംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ടെന്ന് പറഞ്ഞു. എംപ്ലോയികളുടെ അവസ്ഥ അല്ലേ, അവരുടെ സ്റ്റേറ്റസ്, അവരുടെ സൊസൈറ്റിയിലുള്ള സ്റ്റേറ്റസ്, അങ്ങനെ എന്തെങ്കിലും കണ്ടീഷൻ, വർക്കിംഗ് കണ്ടീഷനും കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കുന്നുണ്ട് അതിൽ ഇല്ല. അതുകൊണ്ട് തന്നെ എന്താ, നമ്മൾ എംപ്ലോയീസിനെ 3ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. യെസ്, നോക്കിക്കോളൂ, സെൽഫ് എംപ്ലോയിഡ് ഉണ്ട്, കാഷ്വൽ വേജ് ലേബറർ ഉണ്ട്, ആൻഡ് നമുക്കുള്ളതാണ് റെഗുലർ സാലറീഡ് എംപ്ലോയി. ഓക്കെ, സെൽഫ് എംപ്ലോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട്, നമ്മുടെ ലാലേട്ടനെ എടുത്തു, സ്വന്തമായിട്ട് ഒരു സിമെൻറ്റ് കമ്പനി തുടങ്ങി, സ്വന്തമായിട്ട് ആ കാര്യങ്ങൾ അവിടുത്തെ എല്ലാ ഓപ്പറേഷൻസും നോക്കി നടത്തുന്ന ആരാണ്, നമ്മുടെ പാവൻ ലാലേട്ടനാണ്. അതുകൊണ്ട് നമ്മൾ ലാലേട്ടനെ എന്ത് വിളിക്കും, സ്വന്തമായിട്ട് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ്സ് ഹിസ് ഓൺ ബിസിനസ്, അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നതാണ് സെൽഫ് എംപ്ലോയിഡ്. നമ്മുടെ ലാലേട്ടനാണ് ആര്, നമ്മുടെ സെൽഫ് എംപ്ലോയിഡ് എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ ലാലേട്ടൻ എന്താ, ഒരു വർക്കറിനെ വേണമെന്ന് തോന്നി, അപ്പോൾ എന്താ, ദിവസ കൂലിക്ക് വേല ചെയ്യാം, ഒരു കൺസ്ട്രക്ഷൻ ലേബറിനെ വേണമെന്ന് തോന്നി, അപ്പോൾ ആരെ വിളിച്ചു, നമ്മുടെ ശ്രീനിവാസൻ ചേട്ടനെ വിളിച്ചു. അപ്പോൾ എന്താ, കൺസ്ട്രക്ഷൻ ലേബറേഴ്സിനെയൊക്കെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കാഷ്വൽ വേജ് ലേബറേഴ്സ്. ദിവസ കൂലിക്ക്, അതായത് ഡെയിലി വേജസിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് കാഷ്വൽ വേജ് ലേബറേഴ്സ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ ലാലേട്ടൻ നിർത്തൂ, ഒരു എഞ്ചിനീയറിനെ വേണം. അപ്പോൾ നമ്മുടെ VIP നമ്മൾ ധനുഷിരിക്കുകയാണ്, വെറുതെ ജോലിയൊന്നും ഇല്ലാതിരിക്കുകയല്ലേ. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, എടാ മോനെ, നിനക്കൊരു ജോലിയുണ്ട്, നീ വേഗം വാ. എന്നിട്ട് എന്ത് പറഞ്ഞു, നിനക്ക് മാസം 40,000 രൂപയും തരാം, 9 മണി തൊട്ട് 5 മണി വരെ നീ വർക്ക് ചെയ്താലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ധനുഷ് ചേട്ടൻ പറഞ്ഞു, ഓക്കെ ഞാൻ വരുവാണ് ചേട്ടാ എന്ന് പറഞ്ഞിട്ട് എന്താ, അദ്ദേഹത്തെ നമ്മൾ ധനുഷിനെ നമ്മൾ വിളിക്കുന്നതാണ് റെഗുലർ സാലറീഡ് എംപ്ലോയി എന്ന്. യെസ്, നോക്കിക്കോളൂ, വർക്കേഴ്സ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ആൻ എൻ്റർപ്രൈസ് ടു ഏൺ ദെയർ ലൈവ്ലിഹുഡ് ഇസ് നോൺ ആസ് സെൽഫ് എംപ്ലോയിഡ്. നമ്മുടെ ഇന്ത്യയിൽ 100 പേരുണ്ടെങ്കിൽ അതിൽ 52 പേരും എന്താണ്, സെൽഫ് എംപ്ലോയിഡ് മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്, 52%. ഓക്കെ, അവരെ നമ്മൾ വിളിക്കുന്നതാണ് സെൽഫ് എംപ്ലോയിഡ് എന്ന്. ആൻഡ് നെക്സ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കാഷ്വൽ വേജ് വർക്കേഴ്സ് അല്ലെങ്കിൽ ലേബറേഴ്സ്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സിനെയാണ് നമ്മളെന്ന് പറയുന്നത് കാഷ്വൽ വേജ് ലേബറേഴ്സ് എന്ന് പറയുന്നത്. നമ്മുടെ ഇന്ത്യയിലെ 25% ആൾക്കാരും എന്താണ് ചെയ്യുന്നത്, കാഷ്വൽ വേജ് വർക്കേഴ്സാണ് ചെയ്യുന്നത്. സച്ച് ലേബറേഴ്സ് ആർ കാഷ്വലി എൻഗേജ് ഇൻ അതർ ഫാംസ് ടു, അല്ലേ. അവരെന്താണ്, ഇപ്പോൾ ലാലേട്ടൻ്റെ ഫേമിൽ മാത്രമല്ല നമ്മുടെ ശ്രീനിവാസൻ ചേട്ടൻ വർക്ക് ചെയ്യുന്നത്, വേറെ ഫേംസിലും കാര്യത്തിലൊക്കെ മമ്മൂട്ടി ചേട്ടൻ്റെ ഫേമിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതാണ് സംഭവം. ആൻഡ് അടുത്ത എന്താണ്, നമ്മുടെ യെസ് റെഗുലർ സാലറീഡ് എംപ്ലോയി. നമ്മുടെ രാജ്യത്തിൻ്റെ കണക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം 23% ആൾക്കാർ എന്താ ചെയ്യുന്നത്, റെഗുലർ സാലറീഡ് എംപ്ലോയിഡിൻ്റെ പണിയാണ് ചെയ്യുന്നത്. ഓക്കെ, വെൻ എ വർക്കർ ഈസ് എൻഗേജ്ഡ് ബൈ സംവൺ ഓർ ആൻ എൻ്റർപ്രൈസ് ആൻഡ് പെയ്ഡ് ഹിസ് ഓർ ഹെർ വേജസ് ഓൺ എ റെഗുലർ ബേസിസ്, ദേ ആർ നോൺ ആസ് റെഗുലർ സാലറീഡ് എംപ്ലോയീസ്. ഓക്കെ, 9 to 5 PM ജോബാണ് നമ്മുടെ ആരുടെ, ധനുഷ് ചേട്ടൻ്റെ എന്ന് പറയുന്നത്. 40,000 ഒരു മാസം തന്നേക്കാം എന്നും തീരുമാനിച്ചു. ഓക്കെ, എന്നാൽ ഓക്കെ, ഇതാണ് നമ്മുടെ 3 ടൈപ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് സെൽഫ് എംപ്ലോയിഡ് ഉണ്ട്, കാഷ്വൽ വേജ് ലേബറേഴ്സ് ഉണ്ട്, ആൻഡ് ലാസ്റ്റ് വൺ ആണ് എന്ത്, റെഗുലർ സാലറീഡ് എംപ്ലോയീസും ഉണ്ട്. ഓക്കെ, യെസ്. അപ്പോൾ ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നത് എംപ്ലോയ്മെൻറ്റ് ഇൻ ഫേംസ്, ഫാക്ടറീസ് ആൻഡ് ഓഫീസസ്. നമ്മുടെ ഈ ഫേംസിലും ഫാക്ടറീസിലും ഓഫീസസിലും എങ്ങനെയാണ് എംപ്ലോയ്മെൻറ്റ്, എങ്ങനെയാണ് അവിടുത്തെ തൊഴിലവസ്ഥ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ എക്കോണമി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ എക്കോണമിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, നമുക്ക് എന്തുണ്ട്, ടെറിഷറി സെക്ടർ അഥവാ നമ്മൾ എന്ത് പറയും, സർവീസ് സെക്ടർ എന്നും കൂടി പറയും. അപ്പോൾ ഈ പ്രൈമറി സെക്ടറിലാണ് ആരൊക്കെ വരുന്നത്, അഗ്രികൾച്ചർ സെക്ടർ വരുന്നത്, അതേപോലെ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, അഗ്രികൾച്ചർ ആക്ടിവിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട ആക്ടിവിറ്റീസ് വരുന്നുണ്ട്. അതേപോലെ നമ്മുടെ ഫിഷിംഗ്, മൈനിങ്, ക്വാറിങ് ഒക്കെ എവിടെയാണ് വരുന്നത്, നമ്മുടെ പ്രൈമറി സെക്ടറിലാണ്. ആൻഡ് സെക്കൻഡറി സെക്ടറിലാണ് എന്ത് വരുന്നത്, മാനുഫാക്ചറിങ് ആക്ടിവിറ്റീസും ഇലക്ട്രിസിറ്റി, ഗ്യാസും വാട്ടർ സപ്ലൈ ഒക്കെ നമ്മുടെ സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ആൻഡ് ടെറിഷറി സെക്ടർ നോക്കുകയാണെങ്കിലോ
ടെറിഷറി സെക്ടർ നോക്കുകയാണെങ്കിൽ അവിടെയാണ് നമ്മുടെ ട്രേഡ് റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ വ്യാപാരം കാര്യങ്ങൾ, അതേപോലെ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ്, സർവീസസ് വരുമ്പോൾ എന്താ ഡോക്ടർ, ടീച്ചർ, നേഴ്സ്, ഇതൊക്കെ എവിടെയാണ് വരുന്നത്, ലോയർ, ഇതൊക്കെ എവിടെയാണ് വരുന്നത്, നമ്മുടെ ടെറിഷറി സെക്ടർ അഥവാ നമ്മുടെ സർവീസ് സെക്ടറിലാണ് ഈ കാര്യങ്ങളൊക്കെ വരുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ. ആൻഡ് നമ്മൾ ഇനിയും നോക്കാൻ പോകുന്നത് എന്താണ്, ഗ്രോത്ത് ആൻഡ് ചേഞ്ചിങ് സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, ഈ സ്ട്രക്ചർ ഓഫ് എംപ്ലോയ്മെൻറ്റിൽ ഭയങ്കര മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1950 to 2010 വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ GDP നിരക്ക് നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഇതൊക്കെ വരയ്ക്കാം. ഓക്കെ, ഒരു ഗ്രാഫ് വരയ്ക്കാം. ഈ ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മുടെ GDP എന്ന് പറയുന്നത് എന്താ, നല്ല ഗ്രോത്ത് ഉണ്ട്, GDPക്ക് നല്ല ഗ്രോത്ത് ഉണ്ട്. പക്ഷേ നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയ്മെൻറ്റ് ഗ്രോത്ത് വലുതായിട്ടില്ല. നമ്മുടെ രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഒക്കെ അളവ് ഭയങ്കര കൂടുതലാണ്. പക്ഷേ എന്താ, അത്രയും ആളുകൾക്ക് ജോലി കൊടുക്കുന്നതിൻ്റെ അളവ് ഭയങ്കര കുറവാണ്. ഓക്കെ, GDP ഭയങ്കര കൂടുതലാണ്, എംപ്ലോയ്മെൻറ്റ് ഭയങ്കര കുറവാണ്. ഇതിനെ നമ്മൾ വിളിച്ചാണ് ജോബ്ലെസ് ഗ്രോത്ത് എന്ന്. എന്താണ്, ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ വിളിച്ചത്. എന്താണ്, യെസ്, നോക്കിക്കോളൂ. ഡ്യൂറിങ് ദ ഇയേഴ്സ് ദർ വി ഫൈൻഡ് എ വൈഡനിങ് ഗ്യാപ്പ് ബിറ്റ്വീൻ ഗ്രോത്ത് ഓഫ് GDP ആൻഡ് എംപ്ലോയ്മെൻറ്റ്. നോക്കിയേ, നമ്മുടെ GDP ഇങ്ങനെ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, പക്ഷേ എംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താ, കുത്തനെ അങ്ങ് കുറയുകയാണ്. ഓക്കെ, ഇൻ ഇന്ത്യൻ എക്കോണമി വിത്തൗട്ട് ജനറേറ്റിംഗ് എംപ്ലോയ്മെൻറ്റ് വി ഹാവ് ബീൻ ഏബിൾ ടു പ്രൊഡ്യൂസ് മോർ ഗുഡ്സ് ആൻഡ് സർവീസസ്. ആളുകൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കാതെ തന്നെ നമുക്ക് എന്താ, ഗുഡ്സ് ആൻഡ് സർവീസസ് ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ജോബ്ലെസ് ഗ്രോത്ത് എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ ഇത് നോക്കി, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്താ, നമുക്ക് ഓരോ സെക്ടേഴ്സ് വന്നിട്ടുണ്ട്. ആ സെക്ടർ വൈസിലും നമ്മൾ നോക്കുന്നുണ്ട് എന്തൊക്കെ ഡെവലപ്മെൻ്റ് ആണ് വന്നത്, അതേപോലെ സ്റ്റേറ്റസ് വൈസിലും നോക്കിയിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, 1972 തൊട്ട് 2018 വരെയുള്ള കണക്കാണ്. ആൻഡ് നമ്മൾ സെക്ടർ വൈസ് നോക്കുകയാണെങ്കിൽ പ്രൈമറി സെക്ടറിൽ നേരത്തെ, അതായത് നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർക്ക് 74.3 ആയിരുന്നു ആളുകളാണ് വർക്ക് ചെയ്തത്. 100 പേരെടുത്താൽ 74 പേരും അവിടെയായിരുന്നു വർക്ക് ചെയ്തത്. പക്ഷേ എന്താ, പ്രൈമറി സെക്ടറിൽ ഭയങ്കരമായിട്ട് കുറവ് വന്നു. 2018 ആയപ്പോൾ 44.6 ആയിട്ട് കുറഞ്ഞു. ആൻഡ് സെക്കൻഡറി സെക്ടർ നോക്കുകയാണെങ്കിൽ 10.9, നമ്മുടെ മാനുഫാക്ചറിങ്, കൺസ്ട്രക്ഷൻ വർക്കേഴ്സൊക്കെ, അത് 24.4 ആയിട്ട് കൂടിയെന്ന് നമുക്ക് കാണാൻ സാധിച്ചു. ആൻഡ് നമ്മുടെ സർവീസ് സെക്ടർ നോക്കുകയാണെങ്കിൽ അവിടെയാണ് ഏറ്റവും മാറ്റം, നമ്മുടെ ടീച്ചർ, ലോയർ, അതൊക്കെ സംഭവങ്ങൾ. ഓക്കെ, ടെറിഷറി സെക്ടർ അവിടെ 14.8 ഉള്ളായിരുന്നു. പക്ഷേ എന്താ, 31% ആയിട്ട് കൂടി. എപ്പോൾ കൂടി, 2018 നമുക്കത് കൂടിയതായിട്ട് കാണാൻ സാധിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, പെൻ വർക്ക് ചെയ്യുന്നുണ്ട് ഗൈസ്, ഇടയ്ക്ക് വർക്ക് ആവത്തില്ല ഇത്. ഓക്കെ, ആൻഡ് സ്റ്റേറ്റസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞു എന്താണ്, ആളുകളൊക്കെ ആദ്യം സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സ് ആയിരുന്നു. ഈ സെൽഫ് എംപ്ലോയിഡ് വർക്കേഴ്സും അതേപോലെ റെഗുലർ സാലറിഡ് എംപ്ലോയീസും ഒക്കെ എങ്ങോട്ട് മാറി, അവർ പയ്യെ ക്യാഷ്വൽ വേജ് ലേബറിൻ്റെ വർക്കിലോട്ട് മാറി. ക്യാഷ്വൽ വേജ് വർക്കിലോട്ട് അവർ മാറി. അതിന് കാരണം എന്താണെന്ന് നമുക്ക് നോക്കാം. ദേ നോക്കി, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് ഫോഴ്സ് ബൈ ഇൻഡസ്ട്രിയൽ സെക്ടർ ഷോ സബ്സ്റ്റാൻഷ്യൽ ഷിഫ്റ്റ് ഫ്രം ഫാം വർക്ക് ടു നോൺ ഫാം വർക്ക്. അല്ല, നമ്മൾ കണ്ടു എന്താ, അഗ്രികൾച്ചർ സെക്ടറിൽ നിന്ന് ആളുകൾ നേരെ എങ്ങോട്ട് മാറി, സർവീസ് സെക്ടറിലോട്ട് മാറ്റി എന്ന് പറഞ്ഞു. ആൻഡ് 1972 തൊട്ട് 2018 വരെയുള്ള കണക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടു എന്താ, ആളുകൾ എങ്ങോട്ട് മാറി, സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റെഗുലർ സാലറിഡ് എംപ്ലോയ്മെൻറ്റിൽ നിന്ന് അവരെങ്ങോട്ട് മാറി, ക്യാഷ്വൽ വേജ് വർക്കിലോട്ട് മാറി. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്നാണ് വിളിക്കുന്നത്. എന്ത് കാരണം അവർ മാറിയെന്നറിയാം, ഇൻഫോർമലൈസേഷൻ കാരണമാണ്. എന്താണ്, ഇൻഫോർമലൈസേഷൻ കാരണമാണ് ഇവർ മാറി. ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് നമുക്കറിയാം അല്ലേ. ഇപ്പം പ്രൈവറ്റ് സെക്ടർ നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ നോക്കുകയാണെങ്കിൽ, ഗവൺമെൻറ്റിൻ്റെ അധീനതയിൽ ജോലി ചെയ്യുന്ന നഴ്സുമാർക്ക് നല്ല സാലറി ഉണ്ട്. പക്ഷേ പ്രൈവറ്റ് സെക്ടറിൽ സെയിം ജോലി ചെയ്യുന്ന ആളുകൾക്ക് അത്രയും സാലറി കിട്ടുന്നില്ല. അപ്പോൾ ഈ ഇൻഫോർമലൈസേഷനൊക്കെ കാരണമാണ് ആളുകൾ എന്തിലേക്ക് മാറിയത്, സെൽഫ് എംപ്ലോയിഡിൽ നിന്ന് അതേപോലെ റെഗുലർ സാലറിഡ് എംപ്ലോയിൽ നിന്നും ആളുകൾ എങ്ങോട്ട് മാറിയത്, ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സിലോട്ട് മാറിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനിയും നമ്മൾ നോക്കുന്നതാണ് എന്ത്, ഇൻഫോർമലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്താണ്, നല്ല രീതിയിൽ നല്ല ഇൻകം കിട്ടുന്നവരുണ്ട്, നല്ല ഇൻകം കിട്ടുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് എന്താ, ഭയങ്കര കുറവാണ് അല്ലേ. നോക്കിയേ, എ സ്മോൾ സെക്ഷൻ ഓഫ് ഇന്ത്യൻ വർക്ക് ഫോഴ്സ് ഈസ് ഗെറ്റിംഗ് റെഗുലർ ഇൻകം. പ്രോപ്പറായിട്ട് റെഗുലറായിട്ട് ഓരോ മാസം ശമ്പളം എണ്ണി മേടിക്കുന്നവരുടെ എണ്ണം ഭയങ്കര കുറവാണ്. എന്ന് നോക്കിയാൽ ലേബർ ലോസിൻ്റെ കാര്യമാണെങ്കിലും എല്ലാവർക്കും ലേബർ ലോ ഒക്കെ ഉണ്ടോ, ഇല്ല. അതുപോലെ എന്താ, ട്രേഡ് യൂണിയൻസ് എല്ലാവർക്കും ഉണ്ടോ, ഇല്ല. സോഷ്യൽ സെക്യൂരിറ്റി പെൻഷനും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടോ, ഇല്ല. ഒരു സെക്ടറോ ഒരു വിഭാഗത്തിന് മാത്രമേ ഇതൊക്കെ കിട്ടുന്നുള്ളൂ അല്ലേ. അത് കാരണമാണ് എന്താ, ആളുകൾ ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സിലേക്ക് നീങ്ങിയെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. കാരണം നിങ്ങളോട് എക്സാമിന് ഇങ്ങനെ ഐഡൻറ്റിഫൈ ദ ടേം എന്ന് ചോദിക്കും. എന്നിട്ട് നിങ്ങളോട് 3 പോയിന്റ്സ് തരും. അത് നമുക്ക് ചിലപ്പോൾ സെൽഫ് എംപ്ലോയിഡ് ആയിരിക്കും തരുന്നത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കും, വർക്കേഴ്സ് ഹു ഓൺ ആൻഡ് ഓപ്പറേറ്റ് ദെയർ
ബിസിനസ് ഫോർ ദ ലൈവ്ലിഹുഡ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ പേര് എഴുതണം, സെൽഫ് എംപ്ലോയിഡ് എന്ന് എഴുതുക. അതേപോലെ നോക്കി, ദ പ്രോസസ് ഓഫ് മൂവിങ് ഫ്രം സെൽഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് റെഗുലർ സാലറിഡ് എംപ്ലോയി ടു ക്യാഷ്വൽ വേജ് വർക്ക് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ നമ്മൾ എഴുതുക ക്യാഷ്വലൈസേഷൻ ഓഫ് വർക്ക് ഫോഴ്സ് എന്ന് എഴുതുക. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത്, നമ്മൾ വർക്ക് ഫോഴ്സിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ഫോർമൽ സെക്ടറുമുണ്ട്, അതേപോലെ ഇൻഫോർമൽ സെക്ടറുമുണ്ട്. ഒന്നുമില്ല, ഫോർമൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എംപ്ലോയീസ് നമ്മുടെ ഫോർമൽ സെക്ടർ വരുമ്പോൾ, ഫോർമൽ സെക്ടർ ഇതിൻ്റെ മറ്റൊരു പേരാണ് ഓർഗനൈസ്ഡ് സെക്ടർ എന്നും കൂടി വിളിക്കുക. ഓക്കെ, അപ്പോൾ എക്സാമിന് ഇത് എഴുതി വെച്ചാൽ നമുക്ക് ടീച്ചർ കൊടുക്കാൻ നമുക്ക് എല്ലാം അറിയാമെന്ന് ഓർക്കും. ഓക്കെ, ഓർഗനൈസ്ഡ് സെക്ടർ എന്നും കൂടി എഴുതി വെക്കുക. ഈ ഫോർമൽ സെക്ടറിൽ വരുമ്പോൾ എല്ലാ പബ്ലിക് സെക്ടേഴ്സും, ഗവൺമെൻറ് ഓൺഡ് എല്ലാ കമ്പനീസും, അതേപോലെ പ്രൈവറ്റ് സെക്ടേഴ്സും വരും. ഏത് പ്രൈവറ്റ് സെക്ടേഴ്സ് എന്നറിയാം? 10 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എംപ്ലോയീസ് ഉള്ള പ്രൈവറ്റ് സെക്ടേഴ്സും ഏതിൻ്റെ കീഴിലാണ് വരുന്നത്? ഈ ഫോർമൽ സെക്ടറിൻ്റെ കീഴിലാണ് വരുന്നത്. ഓക്കെ, ഓൾ പബ്ലിക് സെക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എസ്റ്റാബ്ലിഷ്മെൻറ്റ് വെയർ which employee 10 hired employees or more is known as formal sector. അപ്പോൾ നിങ്ങളോട് ചോദിക്കും ഇതിൻ്റെ ഫീച്ചേഴ്സ് ചോദിക്കും. അപ്പോൾ ഒരു ഗവൺമെൻറ് കമ്പനിയുടെ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കി. എന്താ, അവർക്ക് ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ് ഉണ്ടായിരിക്കും അല്ലേ? 9 to 5 ജോബ് ആയിരിക്കും. രാവിലെ 9 മണിക്ക് പോയാൽ വൈകിട്ട് 5 മണിക്ക് വീട്ടിൽ പോകും. ഓക്കെ, അപ്പോൾ എന്താ, ഫിക്സഡ് സാലറി ആയിരിക്കും. മാസത്തിൻ്റെ ആദ്യം അവർക്ക് എന്ത് കിട്ടും? സാലറി കിട്ടിയിരിക്കും. അതേപോലെ എന്താ, ലേബർ ലോസ് ഉണ്ടായിരിക്കും, ട്രേഡ് യൂണിയൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ എല്ലാ കാര്യം, പ്രൊട്ടക്ഷൻ ഫ്രം ഗവൺമെൻറ്റും കാര്യങ്ങളും എല്ലാവർക്കും ഉണ്ടായിരിക്കില്ല. നോക്കി, മെഡിക്കൽ ലീവ്സും കാര്യങ്ങളും ഉണ്ടാക്കും. നോക്കി, ഫോളോസ് ലേബർ ലോസ്, അവരുടെ വർക്കേഴ്സിൻ്റെ റൈറ്റ് പ്രൊട്ടക്ട് ചെയ്യാൻ അവർക്ക് ലേബർ ലോസ് ഉണ്ടാവും. ആൻഡ് ഹാവ് ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ്, 9 AM to 5 PM ജോബ് ആയിരിക്കും ഇവരുടെ. ഇതാണ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ആൻഡ് ഫിക്സഡ് സാലറി അല്ലേ? ഇപ്പോൾ അവരോട് പറയാം 50,000 മാസം, ഒരു മാസം 50,000 രൂപ തന്നിരിക്കും. ഓക്കെ, ആൻഡ് വർക്ക് ഫോഴ്സ് ഫ്രം ട്രേഡ് യൂണിയൻസ് ഉണ്ടാവും. മെഡിക്കൽ ലീവ്സ് ഉണ്ടായിരിക്കും. ഫ്യൂച്ചർ സെക്യൂരിറ്റി, എന്താണ്, പെൻഷനും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടും അല്ലേ? ആൻഡ് എന്താണ്, സ്കിൽസ് ആർ റിക്വയർഡ്. വെറുതെ ഒന്നും നമുക്കത് പോയി ഇരിക്കാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഡോക്ടറാണെന്ന് പറഞ്ഞ് എനിക്ക് അവിടെ പോയി ഇരിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അതിന് എന്ത് വേണം? സ്കിൽസ് വേണം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്? ഇൻഫോർമൽ സെക്ടർ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എന്താണ് ഇൻഫോർമൽ സെക്ടർ? ഇൻഫോർമൽ സെക്ടറിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? അൺഓർഗനൈസ്ഡ് സെക്ടർ എന്ന് പറയും. എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടർ? മറക്കരുത്, ഇത് എഴുതി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പം നമ്മുടെ ഫോർമൽ സെക്ടറിൽ ഉൾപ്പെടാത്ത ബാക്കി സെക്ടറിൽ വരും. ഓൾ അതർ എൻ്റർപ്രൈസസ് ആൻഡ് വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദോസ് എൻ്റർപ്രൈസസ് ഫോം ദി ഇൻഫോർമൽ സെക്ടർ. ആരൊക്കെയായിരിക്കും മെയിനായിട്ട് വരുന്നത്? ഫാമേഴ്സ് വരും, അഗ്രികൾച്ചർ ലേബറേഴ്സ് വരും, ഓണേഴ്സ് ഓഫ് സ്മോൾ എൻ്റർപ്രൈസസ് വരും, ആൻഡ് ആ സ്മോൾ എൻ്റർപ്രൈസസിൽ വർക്ക് ചെയ്യുന്ന വർക്കേഴ്സ് വരും. പിന്നെ സെൽഫ് എംപ്ലോയിഡ് ആളുകൾ വരും. അതായത് സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവിടെ എന്താ, അവരുടെ ആ കമ്പനിയിൽ വേറെ തൊഴിലാളികളൊന്നും പാടില്ല, അങ്ങനെയുള്ള സെൽഫ് എംപ്ലോയിഡ് വരും. പിന്നെന്താണ്, ഓൾ നോൺ ഫാം ക്യാഷ്വൽ വേജ് വർക്കേഴ്സ്, കൺസ്ട്രക്ഷൻ ലേബറേഴ്സ് വരും. അതേപോലെ ഹെഡ് ലോഡ് വർക്കേഴ്സും ഒക്കെ ഇൻഫോർമൽ സെക്ടറിൻ്റെ കീഴിലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഉൾട്ട് എഴുതി വെക്കുക. നോ ഫിക്സഡ് വർക്കിംഗ് അവേഴ്സ്, പിന്നെ എന്താ എഴുതാൻ പറ്റുക? നോ ഫിക്സഡ് സാലറി, അല്ലെങ്കിൽ നോ റെഗുലർ ഇൻകം, നോ പ്രൊട്ടക്ഷൻ ഫ്രം ദി ഗവൺമെൻറ്. ഇവിടെ നമ്മൾ എന്തൊക്കെ എഴുതി അതിന് മുമ്പ് എല്ലാം ഒരു നോ ആഡ് ചെയ്ത് വെക്കുക. നോ മെഡിക്കൽ ലീവ്സ്. അപ്പോൾ നല്ലാണ്ട് മിസ് കൊടുത്തു നോക്കിയേ, നോ റെഗുലർ ഇൻകം, ഡു നോട്ട് ഹാവ് പ്രൊട്ടക്ഷൻ ഫ്രം ദി ഗവൺമെൻറ്, വർക്കേഴ്സ് ആർ ഡിസ്മിസ്ഡ് വിത്തൗട്ട് എനി കോമ്പൻസേഷൻ. ഒരു കോമ്പൻസേഷനോ കാര്യങ്ങളോ കൊടുക്കാതെ വെറുതെ ഒരു ദിവസം പൊക്കോ, നിങ്ങൾക്ക് ഇനി ജോലി ഇല്ലാന്ന് പറഞ്ഞു വിടും. പിന്നെന്താ, ഔട്ട്ഡേറ്റഡ് ടെക്നോളജിയാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ നോക്കിയേ, വർക്കേഴ്സ് ഓഫ് ദിസ് സെക്ടേഴ്സ് മെയിൻലി ലീവ്സ് ഇൻ സ്ലം ഏരിയാസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനിയും നമ്മൾ നോക്കാൻ പോകുന്നതാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ജോലി ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ, അതാണ് എന്തെന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എ സിറ്റുവേഷൻ ഇൻ വിച്ച് ഓൾ ദോസ് ഹു ഓവിങ് ടു ലാക്ക് ഓഫ് വർക്ക് are not working but either seek work through employment exchange, intermediaries, friends or relatives, or by making applications to prospective employees or express their willingness or availability for work under prevailing condition of work and remuneration. ഒന്നുമില്ല, സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി ചെയ്യാത്ത ആളുകളെ മാത്രമല്ല, അവരുടെ ആ ഒരു സിറ്റുവേഷനെ മാത്രമല്ല നമ്മൾ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. പകരം എന്താണ്, ജോലി തേടി നടക്കുന്നവരെ, അല്ലെങ്കിൽ എന്താ ഒരു കമ്പനിയിലേക്ക് റെസ്യൂമെ വെയിറ്റ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ എന്താ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ എന്നോട് പറയണം, ഇവരെല്ലാം അനുഭവിക്കുന്ന സിറ്റുവേഷൻ എന്താണ്? അൺഎംപ്ലോയ്മെൻ്റ് ആണ്. അപ്പോൾ ആരായിരിക്കും ഒരു അൺഎംപ്ലോയിഡ് പേഴ്സൺ എന്ന് പറയുന്നത്? അതായത് നമുക്കറിയാം, ഒരു ദിവസം 1 day എന്ന് പറയുന്നത് എത്രയാണ്? 24 hours ആണ് അല്ലേ? ഈ 24 hours പകുതി എത്രയാണ്? 24 hours പകുതി എന്ന് പറയുന്നത് 12 hours ആണ്. ഓക്കെ, ഈ 12 hours എന്താണ്, 1 hour പോലും 1 hour പോലും ജോലി കിട്ടാത്ത ആളുകളെ നമ്മൾ എന്താ പറയുന്നത്? unemployed person എന്നാണ്. നോക്കിയേ, economists define unemployed person as one who is not able to get employment even 1 hour in half a day. ഹാഫ് എ ഡേ നോക്കുവാണെങ്കിൽ 12 hours അല്ലേ? ആ 12 hours 1 മണിക്കൂർ പോലും ജോലി കിട്ടാത്ത ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? അൺഎംപ്ലോയിഡ് പേഴ്സൺസ് എന്ന്. ആൻഡ് അൺഎംപ്ലോയിഡ് പേഴ്സൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താ മെയിനായിട്ട് 3 types ഓഫ്
അൺഎംപ്ലോയ്മെൻറ്റ് നമുക്ക് 3 എണ്ണമാണ് മെയിൻ ആയിട്ടുള്ളത്. ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ട്, ഡിസ്ഗൈസ്ഡ് ഉണ്ട്, സീസണൽ ഉണ്ട്. ആൻഡ് നമുക്ക് ഒരെണ്ണം കൂടി ഉണ്ട്, അതാണ് നമ്മുടെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കിലില്ല, അഡീഷണൽ ആയിട്ട് പറയുന്നതാണ് കേട്ടോ. സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് നമ്മൾ പറയും. അപ്പോൾ എന്താണ് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തണ്ണീർമത്തൻ നിങ്ങൾ കണ്ടല്ലേ, അത് നമ്മുടെ ജെയ്സൻ്റെ ചേട്ടനുണ്ടല്ലോ, ജോയ്സൺ ചേട്ടൻ എന്താ വെറുതെ ഇരിക്കുകയാണ് അല്ലേ, നല്ല പഠിപ്പൊക്കെ ഉണ്ട്, നല്ല ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നല്ല എന്താ നമ്മുടെ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഇങ്ങനെ വെറുതെ ഇരിക്കുക, വീട്ടിൽ ക്രിക്കറ്റും കണ്ടിട്ട്. ജോലി ചെയ്യാൻ ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ജോലി കിട്ടുന്നില്ല, പഠിപ്പുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്. നോക്കി, വെൻ എ പേഴ്സൺ ഈസ് വില്ലിംഗ് ടു വർക്ക്, ഈസ് എഡ്യൂക്കേറ്റഡ് ആൻഡ് അൺഎബിൾ ടു ഗെറ്റ് ബട്ട് ഈസ് അൺഎബിൾ ടു ഗെറ്റ് എ ജോബ് ആൻഡ് വർക്ക്. ജോലി ചെയ്യാൻ ആഗ്രഹമുണ്ട്, ഞാൻ ജോലി ചെയ്യാൻ റെഡിയാണ്, നല്ല ജോയ്സൺ ചേട്ടൻ റെഡിയാണ്, പഠിപ്പുണ്ട്, പക്ഷെ എന്താ ജോലി കിട്ടുന്നില്ല. ഇതാണ് എന്താ ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്താണ് എന്താ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ്. നമുക്കൊരു ഫാം ഉണ്ട് കേട്ടോ, നമുക്കൊരു കൃഷിഭൂമിയുണ്ട്. ഇപ്പം നമ്മുടെ അച്ഛൻ ജോലി ചെയ്യുന്നുണ്ട്, അതേപോലെ 2 പണിക്കാരും ഉണ്ട്. അപ്പം അച്ഛൻ എന്താ ചെയ്തത്, അച്ഛൻ അമ്മേനെയും വിളിച്ചു, നമ്മളെ 2 പേരെയും വിളിച്ചു, നമ്മളെ മക്കളെ 2 പേരെയും വിളിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 പേരെ ജോലിയേ ഉള്ളൂ, 3 പേരെ ജോലിയുള്ളൂ. പക്ഷെ എന്താ നമ്മൾ മൊത്തം 6 പേര് ജോലി എടുക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ റൂറൽ ഇന്ത്യയിൽ ഇന്ത്യയിലെ ഗ്രാമപ്രദേശം നമുക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ അൺഎംപ്ലോയ്മെൻറ്റ് ഇൻ വിച്ച് മോർ പീപ്പിൾ ആർ വർക്കിംഗ് ഇൻ എ ജോബ് ദാൻ ആക്ച്വലി നീഡഡ്. സത്യം പറഞ്ഞാൽ നമുക്ക് 3 പേരെ മതി, പക്ഷെ എന്താ 6 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഇതാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ആൻഡ് അടുത്താണ് എന്ത്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയും. അതായത് ഇപ്പം ക്രിസ്മസിൻ്റെ സമയത്ത്, ആ സമയത്ത് മാത്രമല്ല നമ്മൾ സ്റ്റാർ മേടിക്കത്തുള്ളൂ അല്ലേ, ബാക്കിയുള്ള സമയങ്ങളിൽ ഈ സ്റ്റാർ വിൽക്കുന്നവരൊക്കെ അവസ്ഥ എന്താ, അൺഎംപ്ലോയിഡ് ആണല്ലേ. ഇപ്പോൾ കൃഷിയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ്, 365 ദിവസം കൃഷിയുണ്ടോ, ഇല്ല. ബാക്കി ദിവസങ്ങൾ എന്താ, അവർ അൺഎംപ്ലോയിഡ് ആണ്, അവർ വേറെ ഓൾട്ടർനേറ്റീവ് എംപ്ലോയ്മെൻറ്റ് തേടി പോകണം അല്ലേ. അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. നോക്കി, when there is no work to do on farms, people go to urban areas and look for jobs. നമ്മൾ പറഞ്ഞു അല്ലേ, റൂറൽ ഏരിയാസിൽ നിന്ന് അർബൻ ഏരിയാസിലോട്ട് ആളുകൾ പോകും, എന്തിന്, ഓൾട്ടർനേറ്റീവ് ജോബ് തേടി. അതിനെ നമ്മൾ പറയുന്നതാണ് എന്ത്, സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ്. ഇനി മിസ് ഒരെണ്ണം കൂടെ പറഞ്ഞിരുന്നു, എന്താണ് നമ്മുടെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ. ആൻഡ്രോയിഡ് കുഞ്ഞപ്പ സിനിമ ഉണ്ടല്ലേ, ആൻഡ്രോയിഡ് കുഞ്ഞപ്പ സിനിമ കണ്ടപ്പോൾ നമ്മൾ കണ്ടു, കുഞ്ഞപ്പൻ വന്നപ്പോൾ എന്താ സംഭവിച്ചത്, നമ്മുടെ സുരാജ് വെഞ്ഞാറമൂട് വീട്ടിലെ ജോലിക്കാരിയെ പറഞ്ഞു വിട്ട്. അതേപോലെ കുഞ്ഞപ്പൻ വന്നപ്പോൾ എന്താ, വീട്ടിൽ പത്രം ഇനിയും വരുത്തണ്ടെന്ന് തീരുമാനിച്ചു അല്ലേ. ഇവരുടെയൊക്കെ ജോലി നഷ്ടമായില്ലേ. എന്താണ്, പുതിയൊരു ടെക്നോളജി വന്നത് കാരണം ആളുകളുടെ ജോലി നഷ്ടമാകുന്നു. അതാണ് എന്താ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇനി നമ്മൾ നോക്കുന്നതാണ് എന്ത്, ഗവൺമെൻറ് ആൻഡ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ. നമ്മുടെ ഗവൺമെൻറ് എംപ്ലോയ്മെൻറ്റ് ജനറേഷന് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, നമ്മൾ പോവർട്ടി ചാപ്റ്റർ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു, പോവർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ഒരുപാട് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊണ്ടുവരുന്നുണ്ട് നമ്മൾ പറഞ്ഞു. RAGP അല്ലേ, നമ്മൾ കുറേ കണ്ടു. യെസ്, നമ്മുടെ എന്താണ് അങ്ങനെ കുറേ നമ്മുടെ RAGP റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി പ്രോഗ്രാം, അതേപോലെ നമ്മുടെ ഒരുപാട് പ്രോഗ്രാം, നമ്മുടെ MGNREGA അല്ലേ, നമ്മുടെ MGNREGA മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് അല്ലേ. ഇങ്ങനെ കുറേ പ്രോഗ്രാംസ് നമ്മുടെ ഗവൺമെൻറ് കൊണ്ടുവന്നു. എന്താണിത്, MGNREGA എന്ന് പറഞ്ഞാൽ 100 ദിവസത്തെ 100 ഡേയ്സിന് എന്ത് കൊടുക്കുകയാണ്, ബേസ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുകയാണ്. ആർക്ക്, അൺസ്കിൽഡ് ആയിട്ടുള്ള ലേബറേഴ്സിന് അല്ലേ. നമ്മുടെ വീട്ടിൽ മുതിർന്ന ആളുകൾക്ക് എന്താ, അവർക്ക് സ്കിൽസും കമ്പ്യൂട്ടർ അറിയണോ, വേണ്ട, വെറുതെ നമ്മൾ പുല്ല് പറിക്കുക, കിളക്കുക, ഇതൊക്കെയാണ് പരിപാടി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എന്താ 365 ദിവസത്തിൽ 100 ദിവസം അവർക്ക് എംപ്ലോയ്മെൻറ്റ് കിട്ടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് നമ്മൾ പറഞ്ഞു എന്താണ്, എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാംസ് ഒരുപാട് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. എന്താണ് മെയിനായിട്ട് എന്താ അവർ ചെയ്യുന്നത്, പോവേർട്ടി അലിവേറ്റ് ചെയ്യുക, പോവേർട്ടി ഇറാഡിക്കേറ്റ് ചെയ്യുക, പോവേർട്ടി ഇല്ലാണ്ടാക്കുക. എന്തിലൂടെ, ആളുകൾക്ക് എംപ്ലോയ്മെൻറ്റ് തൊഴിലവസരങ്ങൾ കൊടുത്തിട്ടാണെന്നാണ് പറയുന്നത്. അപ്പോൾ നോക്കിയേ, ജസ്റ്റ് MGNREGA മാത്രമല്ല, ഹെൽത്ത് കെയറിൽ കൊടുക്കുന്നുണ്ട്, എഡ്യൂക്കേഷൻ സെക്ടർ നോക്കുന്നുണ്ട്, ഡ്രിങ്കിങ് വാട്ടറിനെ നോക്കുന്നുണ്ട്, ന്യൂട്രീഷൻ നോക്കുന്നുണ്ട്, പിന്നെന്താ ആളുകളുടെ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റിംഗ് അസറ്റിൻ്റെ കാര്യത്തിൽ നോക്കുന്നുണ്ട്, പിന്നെ കമ്മ്യൂണിറ്റി അസറ്റ്സ് കൂട്ടാനുള്ള കാര്യം നോക്കുന്നുണ്ട്, കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ആൻഡ് സാനിറ്റേഷൻ നമ്മൾ കണ്ടു. എന്താണ്, അംബേദ്കർ ആവാസ് യോജന ഒക്കെ കണ്ടില്ല. യെസ്, വാത്മീകി അംബേദ്കർ ആവാസ് യോജന. നോക്കി, അസിസ്റ്റൻസ് ഫോർ കൺസ്ട്രക്ടിങ് ഹൗസസ് നോക്കുന്നുണ്ട്, ലേയിങ് ഓഫ് റൂറൽ റോഡ്സ് അല്ലേ, നമ്മൾ കണ്ടു, പ്രധാനമന്ത്രി ഗ്രാമ സഡക് യോജന അല്ലേ. യെസ്, ആൻഡ് എന്താണ്, ഡെവലപ്മെൻറ്റ് ഓഫ് വേസ്റ്റ് ലാൻഡ്സ് ആൻഡ് ഡീഗ്രേഡഡ് ലാൻഡ്സ്. ഇങ്ങനെ ഒരുപാട് കാര്യത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്, നമ്മുടെ ഗവൺമെൻറ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ. ഈ ചാപ്റ്റർ നിങ്ങൾ മെയിനായിട്ട് പഠിക്കുന്നത് നമ്മുടെ ഇൻഫോർമൽ സെക്ടറും ഫോർമൽ സെക്ടറും, പിന്നെ നമ്മുടെ വർക്കേഴ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, റെഗുലർ സാലറിഡ് എംപ്ലോയി കണ്ടു, പിന്നെന്താ കാഷ്വൽ വേജ് വർക്കർ കണ്ടു, സെൽഫ് എംപ്ലോയിഡ് കണ്ടു, അത് പഠിക്കുക. വർക്കേഴ്സ് പോപ്പുലേഷൻ റേഷ്യോൻ്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. പിന്നെന്താ നമ്മുടെ ഫോർമൽ സെക്ടർ ഇൻഫോർമൽ സെക്ടറിൻ്റെ ഡിഫറൻസ്, പിന്നെ ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. സിമ്പിൾ അല്ലേ മക്കളെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്തെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ.